ഹായ് ഓൾ, മൈസെൽഫ് മാർട്ടിൻ, റിയൽട്ടർ, NR പ്രോപ്പർട്ടീസ്. ഒരു നല്ലൊരു ഭവനം കാക്കനാട് ഇൻഫോ പാർക്ക് അടുത്ത് നോക്കുന്നവർക്ക് ഉചിതമായ ഒരു വീടാണിത്. 6.25 സെൻറ്റ് സ്ഥലത്ത് 2800 സ്ക്വയർ ഫീറ്റ് 5 ബെഡ്റൂമുകൾ അടങ്ങുന്ന മനോഹരമായ ഒരു വീട്. താഴത്തെ നിലയിൽ 2 ബെഡ്റൂമുകളും മുകളിലത്തെ നിലയിൽ 2 ബെഡ്റൂമും ഒരു സ്റ്റഡി റൂമും അടങ്ങുന്ന ഭവനം ടാർ റോഡ് ഫ്രണ്ടേജായി സ്ഥിതി ചെയ്യുന്നു. മുറ്റം ഭംഗിയായ രീതിയിൽ ബാംഗ്ലൂർ സ്റ്റോൺ ലേ ചെയ്തിരിക്കുന്നു. അതുപോലെ തന്നെ വീടിന് ലെഫ്റ്റ് സൈഡിലായി ഭംഗിയായ രീതിയിൽ ഒരു ചെറിയൊരു ഗാർഡനും ഒരു കിണറും നന്നായി ഡിസൈൻ ചെയ്തിരിക്കുന്നു. ഒരേ സമയം 2 വാഹനങ്ങൾ നമുക്ക് വീട്ടിൽ പാർക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ വലിയൊരു ടാർ റോഡ് ഫ്രണ്ടേജ് ആയതിനാൽ വീടിന് മുൻവശത്തും കാറുകൾ പാർക്ക് ചെയ്തിടാവുന്നതാണ്. ബ്ലാക്ക് ലെപ്പോദ്ര ഗ്രാനൈറ്റ് പാകിയിരിക്കുന്ന ഒരു സിറ്റ് ഔട്ട്, നല്ല ഭംഗിയുണ്ട് കാണാൻ. ഒരു ലെപ്പോദ്ര ഗ്രാനൈറ്റ് ആയതിനാൽ തന്നെ വീട്ടിലേക്ക് കയറുന്നത് വിസിറ്റിംഗ് ഏരിയയിലാണ്. വിസിറ്റിംഗ് ഏരിയ ഡബിൾ ഹൈറ്റഡ് ആണ്. നല്ലൊരു ഹാങ്ങിങ് ലൈറ്റ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. അതുപോലെ TV യൂണിറ്റും ഫിക്സ് ചെയ്തിരിക്കുന്നത് ഇവിടെയാണ്. വളരെ മനോഹരമായ റൗണ്ട് ഷേപ്പിലുള്ള ഹാങ്ങിങ് ലൈറ്റാണ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. അതുപോലെ വാൾ ഫാനുകളും യൂസ് ചെയ്തിരിക്കുന്നു. വുഡൻ വർക്കുകളെല്ലാം തന്നെ ടീക്കൂട്ടിലാണ് ചെയ്തിരിക്കുന്നത്. വിസിറ്റിംഗ് ഏരിയയോട് ചേർന്ന് തന്നെ ലിവിംഗ് കം ഡൈനിങ് ഏരിയ, അധികം വലുപ്പമില്ലാത്ത കോമ്പാക്റ്റായ ഒരു ലിവിംഗ് കം ഡൈനിങ് ഏരിയയാണ്. ഭംഗിയായ രീതിയിൽ വാഷ് ബേസിൻ ഫിക്സ് ചെയ്തിരിക്കുന്നു. അതുപോലെ തന്നെ ഒരു ഓപ്പൺ കിച്ചണാണുള്ളത്. നല്ല വലിപ്പമുള്ള ഒരു ഓപ്പൺ കിച്ചൺ ഭംഗിയായ തീമിലാണ് ചെയ്തിരിക്കുന്നത്. സ്ലാബുകളെല്ലാം തന്നെ ബ്ലാക്ക് ഗ്രാനൈറ്റ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ബ്ലാക്ക് സിൽവർ തീമിലാണ് ചെയ്തിരിക്കുന്നത്. ഓപ്പൺ കിച്ചണോട് ചേർന്ന് തന്നെ ഒരു വർക്കിംഗ് കിച്ചണിൽ നിന്ന് നമുക്ക് പുറത്തോട്ട് ഇറങ്ങാവുന്നതാണ്. ഡൈനിങ് ഏരിയയിൽ സ്റ്റെയർ കേസിന് താഴെയായി കുറച്ച് പ്ലാന്റുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് നല്ല മനോഹരമായ രീതിയിലാണ് അത് ചെയ്തിരിക്കുന്നത്. താഴത്തെ നിലയിൽ 2 ബെഡ്റൂമുകളാണുള്ളത്. 2 ബെഡ്റൂമുകളും ബാത്ത് അറ്റാച്ച്ഡ് ആണ്. അതുപോലെ തന്നെ 2 ബെഡ്റൂമുകളിലും AC ഫിറ്റ് ചെയ്തിട്ടുണ്ട്. 110 AC ആണ് ഫിറ്റ് ചെയ്തിരിക്കുന്നത്. AC ഫിക്സ് ചെയ്തിരിക്കുന്നു. നല്ല വെൽ വെന്റിലേറ്റഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. നല്ല രീതിയിൽ സൂര്യപ്രകാശം ലഭ്യമാകാവുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു ലോങ് കബോർഡും ഫിക്സ് ചെയ്തിട്ടുണ്ട്. ബാത്റൂം ഫിറ്റിംഗ്സുകളെല്ലാം തന്നെ ക്വാളിറ്റിയോട് കൂടിയ ബ്രാൻഡഡ് മെറ്റീരിയൽസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് താഴത്തെ നിലയിലുള്ള 2ാമത്തെ ബെഡ്റൂം. ആദ്യത്തേതുപോലെ തന്നെ അറ്റാച്ച്ഡ് ആണ്. അതുപോലെ തന്നെ AC ഉണ്ട്. കൂടാതെ ഒരു ലോങ് ഷെൽഫും ഉണ്ട്. വെൽ വെന്റിലേറ്റഡുമാണ്. അത്യാവശ്യം വലുപ്പമുള്ള ബെഡ്റൂമുകളാണ് താഴത്തെ നിലയിലുള്ള 2 ബെഡ്റൂമുകളും. ഒരു വാം ലൈറ്റ് തീമിലാണ് എൻ്റയർ വീട് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതിനാൽ ലൈറ്റിങ്സ് എല്ലാം തന്നെ വളരെ മനോഹരമായിട്ടുണ്ട്. ഗ്രാനൈറ്റ് ലേ ചെയ്തിരിക്കുന്ന സ്റ്റെയർ കേസാണ്. സ്റ്റെയർ കേസിൻ്റെ ഹാൻഡ് റെയിൽ വുഡൻ ആണ്. അതുപോലെ തന്നെ ടഫൻ ഗ്ലാസുമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഹാൻഡ് റെയിൽ കയറി അപ്പർ ലിവിംഗ് ഏരിയ ആണ്. അത്യാവശ്യം വലിപ്പമുള്ള ഒരു അപ്പർ ലിവിംഗ് ഏരിയ ആണ്. അപ്പർ ലിവിംഗ് ഏരിയയും വെൽ വെന്റിലേറ്റഡ് ആണ്. ഈ വീടിന് ഏറ്റവും വലിയ പ്രത്യേകത വെന്റിലേഷനാണ്. അതുപോലെ തന്നെ സ്റ്റെയർ കേസ് വരുന്നതും ഡബിൾ ഹൈറ്റഡ് ആണ്. ഡബിൾ ഹൈറ്റിൽ മനോഹരമായ ഒരു LED ലൈറ്റ് ഫിക്സ് ചെയ്തിരിക്കുന്നു. ഷോ ലൈറ്റ്സ്, നല്ല ഭംഗി ഉള്ള ലൈറ്റുകളാണ് ഇതിൽ ഫിക്സ് ചെയ്തിരിക്കുന്നത്. അപ്പർ ലിവിംഗ് ഏരിയയിലും ഒരു TV യൂണിറ്റ് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അവിടെ TV വെക്കാവുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്.
ഇതൊരു മൂന്നാമത്തെ ബെഡ്റൂമാണ്. ഇത് ഒരു സ്റ്റഡി റൂം ലൈക്ക് അല്ലെങ്കിൽ മെയ്ഡ് റൂം ആക്കാവുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ഇത് അറ്റാച്ച്ഡ് അല്ല. ഇത് നാലാമത്തെ ബെഡ്റൂം. ഇത് നാലാമത്തെ ബെഡ്റൂമാണ്. താഴത്തേതുപോലെ തന്നെ വെൽ വെന്റിലേറ്റഡ് ആണ്. അതുപോലെ തന്നെ AC ഫിക്സ് ചെയ്തിട്ടുണ്ട്. ലോങ് കബോർഡ്സ് ഉണ്ട്. ബാത്ത് അറ്റാച്ച്ഡ് ആണ്. നല്ല ഭംഗിയായ ബാത്റൂംസ് ആണ് എല്ലാത്തിലും ചെയ്തിരിക്കുന്നത്. വെറ്റ് ഏരിയ, ഡ്രൈ ഏരിയ സെപ്പറേഷൻ ചെയ്തിട്ടുണ്ട്. ഇതാണ് വീടിൻ്റെ അഞ്ചാമത്തെ ബെഡ്റൂം. ഇതും താഴത്തേതുപോലെ തന്നെ വളരെ സ്പേഷ്യസ് ആണ്. AC ഉണ്ട്. വെൽ വെന്റിലേറ്റഡ് ആണ്. ലോങ് കബോർഡ്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. വൈറ്റ് തീം LED ലാമ്പ് സ്ട്രിപ്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ബാത്റൂം വെറ്റ് ഏരിയ, ഡ്രൈ ഏരിയ പ്രിൻസിപ്പിൾ യൂസ് ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ മൊത്തം 5 ബെഡ്റൂമുകളാണ്. അതിൽ 4 ബെഡ്റൂമും ഒരു സ്റ്റഡി റൂമും അല്ലെങ്കിൽ മെയ്ഡ് റൂം, അത് വാങ്ങിക്കുന്നവരുടെ ചോയ്സിന് ചെയ്യാവുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പർ ലിവിങ് ഏരിയയിൽ TV യൂണിറ്റും TVയും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് പുറത്തേക്കുള്ള ബാൽക്കണിയാണ്. വളരെ വലുപ്പമുള്ള ഒരു ബാൽക്കണിയാണ്. 2 സൈഡിലും ഭംഗിയുള്ള വ്യൂസുള്ള ബാൽക്കണിയാണ്. ടാർ റോഡ് ഫ്രണ്ടേജ് ആയതിനാൽ തന്നെ ഗ്ലാസ് കൂളിംഗ് ഗ്ലാസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ട്രീറ്റഡ് കൂളിംഗ് ഗ്ലാസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. നല്ല റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. ചോദിക്കുന്ന വില 1,85,00,000 രൂപ. വില നെഗോഷ്യബിൾ.